ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് സിക്കന്ദർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ. രണ്ടാമത്തെ ടീസറാണ്. ഫസ്റ്റ് ഒരു ടീസർ ഒന്നുണ്ടായിരുന്നു, അതൊരു പ്രൊമോ പോലത്തെ ഒരു സാധനമായിരുന്നു. ഇപ്പോൾ സിനിമയിലെ വിഷ്വൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീസറാണ് വരുന്നത്. ശരിക്കും ഒരു ട്രെയിലറൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. അന്നും പറഞ്ഞായിരുന്നു ചിലപ്പോൾ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ എന്നുള്ളത്. എന്താണെങ്കിലും ടീസറാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെയിലർ ഇനി വരാം, പിന്നെ എന്തായാലും ഉണ്ടാവും. അതെ, എന്തായാലും മാർച്ച് 27-നാണോ മാർച്ച് 30-നാണോ സിനിമ റിലീസിന് എത്തുന്നത് എന്നുള്ളത് നോക്കണം. 27 ആദ്യം ഇവർ അനൗൺസ് ചെയ്തിരുന്നത്, പിന്നീട് അത് മാറ്റിയിട്ട് 30 എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നോക്കാം, ടീസറിലുണ്ടോ നോക്കാലോ. എന്തായാലും നമ്മുടെ എമ്പുരാൻ സിനിമയുടെ കൂടെ ക്ലാഷിനുള്ള സിനിമയാണ്. ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും ക്ലാഷ് തന്നെയാണ്. അതെ, സെല്ലുമായി അല്ലേ ഇറങ്ങി. എന്താണെങ്കിലും നോക്കാം. എന്തായാലും AR മുരുകദോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായികയായിട്ട് വരുന്നത് രശ്മിക മന്ദാന. അപ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെയുണ്ട് നോക്കാമല്ലോ. കഴിഞ്ഞ ടീസർ അടിപൊളി ടീസറായിരുന്നു. അതൊരു പ്രൊമോ ആയിരുന്നു. അതായത് ആളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജസ്റ്റ് ആ ലുക്കൊക്കെ കാണിച്ചിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ലിയോയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പരിചയപ്പെടുത്തി തന്നു. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ബാക്കിയും കൂടെ അറിയാം, ബാക്കി ആരൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും നോക്കാം. യെസ്, സത്യരാജൊക്കെ ഉള്ളത്. സത്യരാജ് ഉണ്ട്. ओके। दादी ने नाम सिकंदर रखा था, दादा ने संजय और प्रजा ने राजा साहब। आपको बहुत बड़ा सिकंदर समझता है। इंसाफ दिलाएगा तू? इंसाफ नहीं, इंसाफ करेगा। कायदे में रहो, फायदे में। कितना ലുക്കിലല്ലേ, മാരക ലുക്കില. तुम्हारे दुश्मनों में तुम इतने कॉर्पोरेट हो। ഫൈറ്റ് കിടിലം മേക്കിംഗ്. വാ, इतनी तो पॉपुलैरिटी है। इस पर जाऊंगा और बना को एक साथ दिए मिलेगा। साजिश नादियावाला मजबूर मत कर बेटा। എന്താണത്? आओ जो ഇതിന് ഡേറ്റ് ഇല്ല. അന്നും അവർ ഈദ് എന്നേ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഡേറ്റ് അത് പിന്നീട് വരുമായിരിക്കും. ട്രെയിലറിൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇട്ടില്ല ലുക്കാട്ടോ, അടിപൊളി ലുക്ക്. അതായത് ഒരു 10-15 വയസ്സെങ്കിലും സൽമാൻ ഖാനെ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മാറ്റമുണ്ട്. AR മുരുകദോസിന്റെ മേക്കിംഗ് ഉണ്ടല്ലോ, അത് എടുത്ത് കാണാനുണ്ട് കേട്ടോ. അത് ഓരോ സീനിലും കേട്ടോ, ഫൈറ്റിന്റെ ഓരോ സീനിലും AR മുരുകദോസിന്റെ ടച്ച് അതുണ്ട്. എന്തായാലേ ഇതിലുണ്ട് ബ്ലാസ്റ്റ് പരിപാടികളൊക്കെ. അതായത് എന്തോ ഒരു വലിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണോ എങ്ങനെയാണെന്ന് ഹിന്ദി ആയതുകൊണ്ട് നല്ലോണം മനസ്സിലായിട്ടില്ല. അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത്. ഡയലോഗിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഹിന്ദിയിലാണ് ഇതിന്റെ സബ് ടൈറ്റിലും പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാ? ഇംഗ്ലീഷ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചേനെ. അത് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ആകെ പറയാവുന്ന ഈ സംഭവങ്ങളൊക്കെയാണ്. മേക്കിംഗ് കൊള്ളാം, ലുക്ക് കൊള്ളാം, പിന്നെ ഒരു രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വഴിക്ക് കൂടെ പോകുന്ന സിനിമയാണ് തോന്നുന്നു. കാരണം സത്യരാജിന്റെ റോളൊക്കെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആണോന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ലൂസിഫർ ടച്ച് ഒക്കെ ഉണ്ട് ഫസ്റ്റത്തെ. അതായത് ആ ഒരു ജനക്കൂട്ടം ഫുള്ള് ഇങ്ങനെ ഇതിന് മുന്നിൽ നിൽക്കുന്നതും അവിടേക്ക് ആള് വരുന്നതും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നോക്കുമ്പോ ഒരു ചെറിയൊരു എനിക്ക് തോന്നിയെന്നറിയോ, അതായത് തെറ്റുകൾ ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരൻ, അതായത് ആ കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ സത്യരാജ്, ആളുടെ ഒരു കൂട്ടം വലിയ ഒരു ടീം തന്നെ. പക്ഷേ അതിനെതിരെ പോരാടാൻ സൽമാൻ ഖാനും ഒരു ടീമും. ഇപ്പം കണ്ടില്ല, എപ്പോഴും ആളുടെ കൂടെ ഒരു ഇത്ര ആൾക്കാർ എപ്പോഴും ഉണ്ട്. അതിൽ ആ ലാസ്റ്റ് ഫൈറ്റ് ചെയ്ത് ആ കുന്തം കൊണ്ട് കുത്തി നിർത്തുന്നില്ലേ, ആ സമയത്ത് പോലും ബാക്കിൽ ആ ആൾക്കാരുണ്ട്. അപ്പോൾ ആളെ കുറേ ആൾക്കാർക്ക് കാണാം, കുറേ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല.
ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും കൊണ്ടുപോകാലോ. അല്ല AR മുരുകദോസ് അല്ലേ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതെ, അല്ലെങ്കിൽ നല്ലൊരാളായിരിക്കും സത്യരാജ്. അയാളെ എന്തെങ്കിലും കൊന്നിട്ടോ അതിനെന്തെങ്കിലും പ്രതികാരോ അങ്ങനെ എന്തെങ്കിലും ആകാൻ ചാൻസ് ഉണ്ട്. ഏത് വഴിക്കാ പോണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സത്യരാജിന്റെ അതായത് കൂടെ നിൽക്കുന്ന അതെ കുറച്ച് വലിയ തിന്മ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നന്മ ചെയ്യുന്ന ഒരാളായിരിക്കും ആര് സത്യരാജ്. ആളുടെ കൂടെ ആൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു ടീം അതും ആവും. യെസ്. ഇനിയിപ്പോ ഇത് രണ്ടും അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഫോഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമായിട്ടും വരാം. നമുക്കറിയാലോ, അങ്ങനെയൊക്കെയാണ് പല സിനിമകളിലും പോയിട്ടുള്ളത്. ആ ഒരു ടീം അങ്ങ് ഇറങ്ങുകയാണ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് IPSന്റെ ഒരു കാര്യമൊക്കെ വന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതെന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. അത് ഏത് രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആടെ പോപ്പുലാരിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെ, അതായത് ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരാളാണ് ആള്. ശരിക്ക് അതാണ് ആ സിക്കന്ദർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും AR മുരുകദോസ് അല്ലേ, അതെ, എന്തായാലും ഒന്നും വെറുതെ ഇറക്കി വിടൂല, മോശമാക്കൂല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെയാണ് ആളുടെ സിനിമകളൊക്കെ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ചുമ്മാ കീഴി. അതെ, ഏതാണ് ദർബാർ അല്ലേ? ദർബാർ. അത് മാത്രമാണ്. ഇനി ഇതിന്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ചെയ്തിട്ടുള്ള ശിവകാർത്തികേയന്റെ മൂവിന്റെ ടീസർ കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അത്ര ഗംഭീരമായിട്ടാണ് ആ സാധനം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, മദ്രാസി. അതേപോലെ തന്നെ ആയിരിക്കും. എന്താണെങ്കിലും ഇപ്പുറത്തും ചെയ്യുമ്പോൾ മോശം വരുത്താൻ ചാൻസ് ഒട്ടുമില്ല. എന്തായാലും ഒരു ബ്ലാസ്റ്റ് എപ്പോഴും നിർബന്ധ. വണ്ടികൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, അത് വേണം. അല്ല, അത് സ്വാഭാവികല്ലേ. ഒരു സംഭവം നടക്കുമ്പോ ചിലപ്പോ കുറെ വണ്ടികൾ കൂട്ടിയിടിക്കൂലേ, സ്ഫോടനം ഉണ്ടാവൂലേ. അങ്ങനെയുള്ള സബ്ജക്റ്റാണ് ആൾ സംസാരിക്കുന്നത്. അതന്നെ, അങ്ങനത്തെ കാര്യം എടുക്കുള്ളൂ. അതിനുള്ള സാധനം ആളുടെ മരുന്നുണ്ട് ചെയ്യാന്. എന്താണെങ്കിലും ടീസർ ഗംഭീരം, അടിപൊളി സാധനം. ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ ലുക്ക് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. സൽമാൻ ഖാന്റെ ലുക്ക് കുറച്ച് സ്ലിം ആയിട്ടുണ്ട്. പിന്നെ താടി വെച്ചിട്ട് പിന്നെ അവിടെ ഒരു വെട്ടിങ്ങനെ ഒരു വാര ഇങ്ങനെ ഉണ്ട് കൂടെ ഒരു വാര. അപ്പൊ 3 ഗെറ്റപ്പ് ഉണ്ടോ? ഉണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ എല്ലായിടത്തിലും അത് കാണുന്നില്ല കേട്ടോ. ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ വരുന്നതായിരിക്കും കേട്ടോ. ആള് ആ ഫ്ലൈറ്റിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് ഇല്ലേ, അത് കുറച്ചുകൂടെ യങ് ആയിട്ട് ഫീൽ ചെയ്തു. അത് ഫുൾ ക്ലീൻ ഷേവ് ആണ്. ക്ലീൻ ഷേവ്, ഫുൾ ക്ലീൻ ഷേവ് അല്ല, താടിയില്ലല്ലോ, ചെറുതായിട്ടുണ്ടോ തോന്നുന്നു. ഇല്ലല്ലേ, ഇല്ലേ, അത് ഷേവ് ചെയ്തേക്കല്ലേ, കുറച്ച് മുൻപുള്ളതാണെന്ന് തോന്നുന്നു. അതിനുശേഷം ആള് ടീമിന്റെ കൂടെ വരുമ്പോ കുറച്ചുകൂടെ കട്ടിയുള്ള താടിയായിട്ടാണ്. പിന്നെ ഒരു സമയത്ത് ഇവിടെയൊക്കെ വെട്ടുണ്ട്. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ വെട്ട് കറക്റ്റ് കാണാം മുഖത്ത് കൂടി. എന്താണെങ്കിലും ഒരു കിടുകിണ്ണാച്ചി ഐറ്റം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും രശ്മിക മന്ദാനയും കണ്ടു. ആൾക്കൊരു ലവ് ട്രാക്ക് വിത്ത് സെല്ലുബായ് നിർബന്ധം, സിക്കന്ദറുമായിട്ടുള്ള ലവ് സ്റ്റോറി ഉണ്ടാവും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതോ ഇനി ഇതാണെന്ന് അറിയില്ല കേട്ടോ, മാരി ചെയ്യാൻ പോകുന്ന ആള് അങ്ങനത്തെ അല്ല, ലവ് മാത്രമായിട്ട് പോവാണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സംഭവം. അതിനകത്തൊരു സോങ് ഒക്കെ കണ്ടിട്ടൊരു ഡൗട്ട് ഉണ്ട്. ഈ എൻഗേജ്മെന്റിനൊക്കെ കളിക്കുന്ന ഒരു സാധനമൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ആ ഒരു സോങ് കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോയിട്ട് അതെ, ആ ഒരു വിഷ്വല് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. അതെന്താ പരിപാടി, ഒരു രാജാറാണി ലുക്ക് കാണിച്ചു കൊടുക്കുന്നില്ലേ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു എൻഗേജ്മെന്റിന്റെ പാർട്ടിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന രശ്മികയുടെ ലുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. കാരണം ലിപ്സ്റ്റിക് ഒക്കെ കുറച്ച് കൂടുതലിട്ടിട്ട് ചെറിയൊരു തിളക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിയിൽ നിന്ന് പോയിട്ടായിരിക്കും മേ ബി ആ ഒരു സംഭവം കാണുന്നത്. നല്ല ക്യാരക്ടർ ആയാൽ മതി, അത്ര ഉള്ളൂ. അല്ലെങ്കിലാണ് പ്രശ്നമുള്ളൂ. ചാവയില് നല്ല കഥാപാത്രമാണ്. അതാ പറഞ്ഞ, അങ്ങനത്തെ നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഗംഭീരമായിരിക്കും. എന്താണെങ്കിലും വരട്ടെ. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് അതിനായിരുന്നു, എന്നത് വരും എന്നുള്ളത്. 30-ാം തീയതി ആയിരിക്കുമോ അതോ 27-ന് തന്നെ കൺഫേം ആക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി മുന്നിൽ. എന്തായാലും ഈദ് വിട്ടുള്ള കളിയില്ല. അതെ, ഇതിനെന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.